ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഞാനിപ്പോൾ ഉള്ളത് തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലാണ്. ഇവിടെ പട്ടത്തച്ഛന്റെ നേതൃത്വത്തിൽ സഹനപ്പൂക്കൾ കൂട്ടായ്മ നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള ഭിന്നശേഷിക്കാരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. തുടർച്ചയായി 4ാം വർഷം നടത്തുന്ന ഈ കൂട്ടായ്മയിൽ തന്റെ സഹനങ്ങളിലും വേദനകളിൽ നിന്ന് നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, 4 വർഷങ്ങൾക്കപ്പുറത്ത് വളരെ ലളിതമായ സാഹചര്യത്തിൽ ആരംഭിച്ച ഒരു സ്നേഹ സേവന ശുശ്രൂഷയാണ് സഹനപ്പൂക്കൾ. നിങ്ങൾ കാണുന്ന ഓരോ സഹനപ്പൂക്കളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. കൈകളുണ്ട്, പക്ഷേ അനക്കുവാൻ സാധിക്കുന്നില്ല. കാലുകളുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. കണ്ണുകളുണ്ട്, കാഴ്ചയില്ല. എന്നിട്ടും അവർ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ജെറുസലേം വചന കൂടാരത്തിൽ കടന്നു വരുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി ഓരോ വ്യാഴാഴ്ചകൾ തോറും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമാണ് ജെറുസലേം വചന കൂടാരത്തിലെ സഹനപ്പൂക്കൾ. അവിടെ ജീവിതത്തിൽ അവർക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ: ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങളിലൂടെ ഒരു ദൈവരാജ്യം വളരണം. ജീവകാരുണ്യ പ്രവർത്തികളിൽ വ്യാപൃതമായിരിക്കുന്ന സമൂഹത്തിന് പുളകം പകരുന്ന ഒരു ശുശ്രൂഷയാണ് സഹനപ്പൂക്കൾ. ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇതിനുവേണ്ടി സഹായിക്കുന്നവർ, ഇവരെയൊക്കെ ഓർത്ത് എങ്ങനെയാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഈ സഹനപ്പൂക്കൾക്കും ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനം പറയുന്നു, ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഒരു പറ്റം ആളുകൾ ജെറുസലേമിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു, ഒരുമിച്ച് ഗാനങ്ങൾ ആരംഭിക്കുന്നു, ഒരുമിച്ച് വചനം പറയുന്നു, ഒരുമിച്ച് സാക്ഷ്യങ്ങൾ പറയുന്നു. ഇന്ന് ഇവിടെ നടക്കുന്നത് സഹനപ്പൂക്കളുടെ ധ്യാനമാണ്. 4ാം വർഷമാണ് അവരിവിടെ ജെറുസലേം വചനകൂടാരത്തിൽ വന്ന് ഈശോയോടൊപ്പം ആയിരിക്കുന്നത്. ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായിരിക്കുന്നവരെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈശോയോടൊപ്പം ഈ ദിവസങ്ങൾ ചിലവഴിക്കുന്നത്. ഏറെ പ്രത്യേകമായി 4ാം വർഷത്തിൽ ഈ സഹനപ്പൂക്കൾ ശുശ്രൂഷകൾ എത്തി നിൽക്കുമ്പോൾ അവരെ കാണുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചതുപോലെ, അവർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൃപ കൂടുതലായി ജ്വലിക്കുന്നത് പോലെ, അതുപോലെ അവർ തളർന്നവരാണെങ്കിലും അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടിയും അഭിഷിക്തർക്ക് വേണ്ടിയും ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുന്നു. കൂടുതലായി അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായിട്ട് ഈ ശുശ്രൂഷ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ ബലഹീനതകൾ മറന്ന് ഇപ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ടാണ് അവരിവിടെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. അവരോരോരുത്തർക്കും ഇവിടെ വരുമ്പോൾ സ്വന്തം ഭവനമാണ് ജെറുസലേം ധ്യാനകേന്ദ്രം, സ്വന്തം പിതാവാണ് പട്ടത്തച്ഛൻ. 4 വർഷമായിട്ട് സഹനപ്പൂക്കൾ എന്ന ധ്യാനത്തിൽ ധ്യാനമല്ല, സഹനപ്പൂക്കളുടെ ഒരു കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസവും. കാരണം വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് പോകാൻ സാധിക്കാതെ ഒത്തിരി പേരുണ്ടായിരുന്നു. അച്ഛൻ ഓരോരുത്തരെയും വീട്ടിൽ വന്ന് കൈ പിടിച്ചിട്ടാണ് നമ്മുടെ ഈ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതൊരു പ്രത്യേക അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ഓരോ ധ്യാനം കൂടുമ്പോഴും ഞങ്ങൾക്ക് അതിൻ്റെ നിറവിലാണ് ഞങ്ങൾ ഓരോരുത്തരും വീട്ടിലേക്ക് മടങ്ങുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ, ഇപ്പം നമുക്ക് കുറേ നേരം ഒന്ന് ഇരിക്കാനോ ഒന്നും പറ്റില്ല. വീൽ ചെയറിലേക്ക് ഇരുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഇത്രയും ദിവസങ്ങൾ 3 ദിവസവും അച്ഛൻ്റെ കൂടെ പ്രാർത്ഥനയിലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ അയച്ച് നമ്മുടെ വേദന, വേറൊരാളുടെ വേദന കാണുമ്പോൾ നമ്മുടെ വേദന ഒന്നുമല്ലാതാവണം. എന്നുവെച്ചാൽ നമ്മളെക്കാൾ ഒരുപാട് വയ്യാത്തവരെ നമ്മൾ കണ്ടുമുട്ടണം ഈ ധ്യാനത്തിലൂടെ. ശരിക്കും പറഞ്ഞാൽ സഹനപ്പൂക്കളല്ല, ആനന്ദപ്പൂക്കളായിട്ട് വിടർന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ സന്തോഷമുണ്ട്.
അത് ലോകത്തിന് കൂടെ പങ്കുവെച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ മനസ്സുകൊണ്ടോ ആരോഗ്യം കൊണ്ട് ഇരുന്ന് പോയവരെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സഹനപ്പൂക്കൾ എന്ന ഗ്രൂപ്പ്. അത് ഇവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ഞങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം ലോകത്തിൻ്റെ നന്മയ്ക്കായി മാറ്റിവെക്കാനെന്ന് അച്ഛനോട് ഞങ്ങൾ പഠിപ്പിച്ച ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒരുപാട് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വലിയ മേഖലയിലേക്ക് ഞങ്ങൾ ഈ 4 വർഷം കൊണ്ട് എത്തിക്കഴിഞ്ഞു. ചെറുകുളിരായി നീ തഴുകി എന്നെ, ഇരുളിൽ ഞാൻ അലയുമ്പോൾ ചെറുകുളിരായി നീ തഴുകി എന്നെ, എൻ കരളിൽ നീ തിര കണ്ടു, തിരയിൽ നീ പൊരുൾ കണ്ടു, എന്നെ നെഞ്ചോടു ചേർത്തു വച്ച് എൻ്റെ മാനസം കണ്ടറിഞ്ഞ് എൻ്റെ കവിളിൽ മുത്തമേകി എന്നെ വാരി പുണർന്നവനേ. ഞങ്ങളുടെ സഹനങ്ങളെല്ലാം കൃപകളാക്കി മാറ്റാനും ആ സഹനങ്ങൾക്ക് വിലയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. പട്ടത്തച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ആനന്ദമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് 1 വർഷത്തേക്കുള്ള ഊർജ്ജമാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. വീണ്ടും അടുത്ത വർഷത്തേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സഹനങ്ങൾ എല്ലാം വെറുതെ അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഈ സഹനങ്ങൾ മറ്റുള്ളവർക്ക് മാനസാന്തരത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരല്പം ജീവനുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ് ഈ കൂട്ടായ്മയിൽ വരുന്നത് കൊണ്ട്. ഞങ്ങളുടെ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങളിവിടെ വരാറുണ്ട്. ഒരു വ്യാഴാഴ്ച ഞങ്ങൾക്ക് വന്നില്ലെങ്കിൽ മനസ്സിനതൊരു ഭയങ്കര വിഷമമാണ്. പിന്നത്തെ വ്യാഴാഴ്ച നമ്മൾക്ക് ഞങ്ങളുടെ മനസ്സിൽ തോന്നും ഒരുപാട് വർഷങ്ങൾ കുറേ നാളുകളായാലും ഇവിടെ വന്നിട്ട് മനസ്സിൽ തോന്നാറുണ്ട്. അത്രയധികം സന്തോഷമാണ്. അതുപോലെ ഇവിടെ ഉള്ള ഓരോ ആൾക്കാരും ഞങ്ങളോട് വളരെയധികം കാരുണ്യത്തോടു കൂടിയാണ് ഞങ്ങളോട് പെരുമാറാറ്, സ്വന്തം സഹോദരങ്ങളെ പോലെ. അത്രയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഇങ്ങനത്തെ ഒരു വിഷമത ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ദൈവം അതിനൊരു പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ നാനാഭാഗത്ത് കിടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ വെച്ചാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടിച്ചേരാൻ, ഒരു കുടുംബം പോലെ ഒത്തുചേരാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് കരുതുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവരെങ്കിൽ വീടുകളിൽ താമസിച്ച് വീടിന് പുറം ലോകം കാണാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമുക്ക് സഹനപ്പൂക്കളിൽ എത്തിപ്പെടാൻ പറ്റിയത്. എത്തിപ്പെട്ടതിൽ ഒത്തിരി സന്തോഷമാണ്. കാരണം നമ്മുടെ വീട്ടിലായാലും നമുക്കൊരു ഫംഗ്ഷനോ ഒരു കാര്യങ്ങൾക്കോ ഒന്നിനും പുറത്തേക്ക് പോലും പറ്റാതിരിക്കുന്ന സമയത്താണ് സഹനപ്പൂക്കളിലേക്ക് എത്തിപ്പെടുന്നത്. സഹനപ്പൂക്കളിൽ എത്തിപ്പെട്ടപ്പോൾ നമ്മളെപ്പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാണ്. ഈശോ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇതേപോലെയുള്ള മക്കളെ ഏറ്റെടുത്ത് അച്ഛനിലൂടെ ഈ സഹനപ്പൂക്കൾ ഓരോ പുഷ്പങ്ങളായിട്ട് അവിടെ ധ്യാനിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഷെയറിംഗ് ആണ് അവിടെ ശരിക്കും ചെയ്യുന്നത്. ഈശോ ഓരോരുത്തരിലൂടെ സ്നേഹിക്കുകയാണ്. അതായത് ഞങ്ങളുടെ കുറവുകൾ ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ് ഈ സഹനപ്പൂക്കൾ. അതാണ് ആ പുഷ്പത്തിൻ്റെ ഒരു പ്രത്യേകത. അത് പുറത്തുള്ള ലോകത്തുള്ള ഓരോ മക്കൾക്കും സഭയ്ക്കും അനേക മക്കൾക്കും ഒരു പ്രത്യാശമായിട്ട് മാറാനായിട്ട്, അതായത് ഒരു സഹനത്തിൻ്റെ ഒരു കൃപയായിട്ട്, ഒരു പൂവായിട്ട്, ഒരു പുഷ്പമായിട്ട് മാറാണ് ശരിക്കും ഈ സഹനപ്പൂക്കൾ. ഈ സഹനത്തിലിരുന്ന് മറ്റുള്ളവരോട് സംസാരിക്കുവാനും മറ്റുള്ളവരുടെ വേദന ഒത്തിരി വേദന ഉണ്ടായിട്ട് പോലും ഞങ്ങൾ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഈശോരെ വലിയൊരു കരുണയിൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ് ഞങ്ങളുടെ ഈ സഹനപ്പൂക്കളുടെ ഈ 3 ദിവസത്തെ ശുശ്രൂഷകൾ. കണ്ണുനീർ സാരമില്ല, നിത്യതേജസിൻഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. സഹനപ്പൂക്കൾ എന്ന കൂട്ടായ്മയിലൂടെ നിരവധി ഭിന്നശേഷിക്കാരുടെ ജീവിതത്തിലേക്കാണ് ജെറുസലേം ധ്യാന കേന്ദ്രം വെളിച്ചം വീശുന്നത്. ഇനിയും തുടർന്നുള്ള ഒരുപാട് വർഷങ്ങളിൽ പട്ടത്തച്ഛനിലൂടെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.
താലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ക്യാമറമാൻ സിയോനൊപ്പം മരിയ ജോയ്, ഷെക്കേന ന്യൂസ്.